എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഇടത്തരികത്തുകാവിലമ്മയുടെ പിള്ളേര് താലപ്പൊലിയായിരുന്നു. പിള്ളേര് താലപ്പൊലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നാട്ടുകാർ നടത്തുന്ന താലപ്പൊലിയാണ് കേട്ടോ പിള്ളേര് താലപ്പൊലി. രണ്ട് ആഘോഷങ്ങളാണ് ഇടത്തരികത്തുകാവിലമ്മയ്ക്ക് എല്ലാ വർഷവും നടക്കാറുള്ളത്. ഒന്നാമത്തത് പിള്ളേര് താലപ്പൊലി, രണ്ടാമത്തത് ദേവസ്വം താലപ്പൊലിയാണ്. പിള്ളേര് താലപ്പൊലി മിക്കവാറും ജനുവരി 5-ാം തീയതി, ദേവസ്വം താലപ്പൊലി മിക്കവാറും ഫെബ്രുവരി 6-ാം തീയതിയാണ് വരാറുള്ളത്. അപ്പോൾ ഈ വർഷത്തെ താലപ്പൊലി അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ സാധിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. 5 പറ വയ്ക്കാൻ സാധിച്ചു കേട്ടോ ഭഗവതിയമ്മയുടെ മുമ്പിൽ. ഇന്ന് താലപ്പൊലി ആയതുകൊണ്ട് ഭഗവാന്റെ നട 11:30 മണിയാകുമ്പോഴേക്കും ഉച്ചപൂജ കഴിഞ്ഞ് അടയ്ക്കും. ഭഗവാന്റെ നട അടച്ചതിന് ശേഷമാണ് ഭഗവതിയമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്നത്. പുറത്തേക്ക് എഴുന്നള്ളി നടപ്പന്തലിൻ്റെ അവസാനം വരെ അങ്ങോട്ട് പോയതിന് ശേഷം തിരിച്ച് ഭഗവതിയമ്മ എഴുന്നള്ളുമ്പോഴേക്കും ഈ കാണുന്നത് പോലെ നമ്മൾ പറയൊക്കെ വെച്ചിട്ടാണ് ഭഗവതിയമ്മയെ സ്വീകരിക്കാറ്. അവില്, മലര്, കുങ്കുമം, മഞ്ഞൾ, പൂവ്, അരി, നെല്ല്, ശർക്കര തുടങ്ങിയ അനേകം ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവതിയമ്മയുടെ മുമ്പിൽ പറ സമർപ്പിക്കാറുണ്ട്. ശരിക്കും എന്താ പറയുക, അത് കണ്ട് തന്നെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു മഞ്ഞൾ പ്രസാദം ഭഗവതിയമ്മയുടെ, അത് വെളിച്ചപ്പാടിൻ്റെ അരിയേറും മഞ്ഞളേറും ഒക്കെ കൊള്ളുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കണേ. സാധാരണ എനിക്ക് എല്ലാ വർഷവും മുമ്പിൽ നിന്ന് ഇങ്ങനെ മഞ്ഞളിൽ ആറാടാനുള്ളൊരു സൗഭാഗ്യം ലഭിക്കാറില്ല കേട്ടോ. എപ്പോഴും പിന്നാക്കം പോകേണ്ടി വരാറുണ്ട്. പക്ഷേ ഈ വർഷം എനിക്ക് നല്ല സന്തോഷമായ ദിവസമാണ്. ഭഗവതിയമ്മയുടെ അനുഗ്രഹം വളരെ 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 സന്തോഷമായി. പറ വയ്ക്കാൻ സാധിച്ചു, അതേപോലെ തന്നെ അരിയേറ് കൊള്ളാൻ സാധിച്ചു. അതിനുശേഷം ഭഗവതിയമ്മ ഒരു കുളപ്രദക്ഷിണമായിട്ട് ഭഗവതിക്കേട്ടിലൂടെ അകത്തേക്ക് എഴുന്നള്ളും. അകത്തേക്ക് എഴുന്നള്ളി കഴിഞ്ഞാൽ പിന്നെ അകത്ത് ഭഗവതിക്കേട്ടിൽ ഒരു പ്രദക്ഷിണവും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഒരരിയേറ് കൊള്ളലും ഉണ്ട് കേട്ടോ. ഒരരിയേറ് ഭഗവതിയമ്മയുടെ ഒരു പ്രസാദമായിട്ട് അരിയേറ് കൊള്ളലും കൂടിയുണ്ട്. അതോടുകൂടിയിട്ടാണ് ഈ താലപ്പൊലി അവസാനിക്കുക.